വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവും വാർഡ് മെമ്പറുമായ ജോസ് നെല്ലേടത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. മദ്യവും സ്ഫോടക വസ്തുക്കളും വീട്ടിൽ വെച്ച കേസിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് തങ്കച്ചൻ ജോസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ജോസിനെതിരെ തങ്കച്ചൻ പരാതി നൽകിയതായി അറിയില്ല എന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് കൊലയാളി പാർട്ടിയായി മാറിയെന്ന് സിപിഎം ആരോപിച്ചു. അദ്ദേഹം ആരോപണ വിധേയനാണോ എന്ന് എനിക്കറിയില്ല. തങ്കച്ചന്റെ പരാതിയിൽ ആരുടെയും പേരില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തങ്കച്ചന് ഒരു കേസുണ്ട്. തങ്കച്ചൻ നിരപരാധിയാണ്. അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ്, പോലീസിനൊരു മെസ്സേജ് വരികയാണ്. ഒരാളുടെ വീട്ടില് കാർ പോർച്ചിൽ 11 മണിക്ക് വ്യാജ ചാരായം വെച്ചിട്ടുണ്ടെന്ന്. ബുദ്ധിശക്തിയുള്ളൊരു പോലീസ്. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഹൗ യു ഗോട്ട് ദാറ്റ് ഇൻഫർമേഷൻ ഇത് നമ്മൾ സ്വയം വിലയിരുത്തില്ല. ഈ പരാതിക്കാരൻ ആരാ? ഈ ഫോൺ ചെയ്യുന്ന ആളാ. അവരെ ആദ്യം പിടിക്കണം. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയും അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഏത് വിധേനയുമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ ഇരയായി അണികളെയെല്ലാം മരണത്തിലേക്ക് ഉൾപ്പെടെ തള്ളിവിടുന്ന നിലയിലേക്കുള്ള അങ്ങേയറ്റത്തെ ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു. വയനാട് ജില്ലയിൽ ഒട്ടനവധിയായ സംഭവങ്ങളുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി വയനാട് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ഫൈസൽ, ഈ തങ്കച്ചന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ജോസ് നെല്ലേടത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനെക്കുറിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിപ്പോൾ ആത്മഹത്യയാണ് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെ എത്തി നിൽക്കുകയാണോ? അമൃത, പ്രാഥമികമായി ഇത് ആത്മഹത്യ തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മാസമാണ് തങ്കച്ചന്റെ വീട്ടിൽ നിന്ന് കാർപോർച്ചിൽ നിന്നും അതുപോലെ കർണാടക മദ്യവും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. ഇതേ തുടർന്ന് തങ്കച്ചനെ അറസ്റ്റ് ചെയ്യുകയും 17 ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം തങ്കച്ചൻ അന്നു മുതൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, താൻ നിരപരാധിയാണ്, തനിക്കെതിരെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ തങ്കച്ചൻ അന്ന് തന്നെ ഉന്നയിച്ചതാണ്. ഇത് തങ്കച്ചൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കൃത്യമായി കൊണ്ട് എന്റെ അപ്പച്ചന്റെ ഉൾപ്പെടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയോ ഈ പറയുന്ന ജോസ് നെല്ലേട ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കം തങ്കച്ചൻ അന്ന് തന്നെ ആരോപിച്ചതാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആരോപണമൊക്കെ നിലനിൽക്കെയാണ് ഇന്ന് രാവിലെ ജോസ് നെല്ലേടത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആത്മഹത്യയാണെന്ന് തന്നെയാണ് പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നിപ്പോൾ ജോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ ബത്തേരി ഈ താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ജോസിനെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ നേരത്തെ സണ്ണി ജോസഫ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പേരുകൾ അല്ലെങ്കിൽ ഈ ജോസ് നെല്ലേടത്തിന്റെ പേരുകൾ തങ്കച്ചൻ ഉന്നയിച്ചിട്ടില്ല എന്നത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ജോസ് നെല്ലേടം മാധ്യമങ്ങളെ കണ്ട സമയത്തൊക്കെ തന്നെ കൃത്യമായിക്കൊണ്ട് ഈ പറയുന്ന പേരുകളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഇപ്പോൾ സിപിഎമ്മിന്റെ വലിയൊരു ആരോപണം വരികയാണ്. അതായത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം DCC ഈ പാർട്ടി പ്രവർത്തകരെ ബലിയാടാക്കിക്കൊണ്ട് അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. അത് മാത്രമല്ല, ഈ പാർട്ടി പ്രവർത്തകർ പാർട്ടിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ കള്ളക്കേസിൽ കുടുക്കി ഒതുക്കാനുള്ള ഒരു ശ്രമം കൂടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത്. ജില്ലാ സെക്രട്ടറി മാത്രമല്ല, നമ്മൾ നേരത്തെ ഈ മുള്ളൻകൊല്ലിയിൽ തന്നെ മറ്റൊരു പഞ്ചായത്ത് സിപിഎമ്മിന്റെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഈ കാര്യം നമ്മളോട് സൂചിപ്പിച്ചതുമാണ്. അതായത് കോൺഗ്രസിന്റെ പല ആളുകൾ, കോൺഗ്രസ് ഇഷ്ടപ്പെടാത്ത ആളുകളെ ബലിയാടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയുമാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, 5 മാസം മുമ്പാണ് കോൺഗ്രസിന്റെ DCC ട്രഷററായിരുന്ന NM വിജയൻ ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്തതും കോൺഗ്രസിന്റെ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗുരുതരമായി കൊണ്ട് തന്നെ ആരോപിക്കാം. അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് അന്നത്തെ മുൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള IC ബാലകൃഷ്ണൻ MLA ആണ്. അപ്പൊ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കെ പുതുതായാലും മറ്റൊരാൾ കോൺഗ്രസിലെ മറ്റൊരു ആൾ കൂടി ഇതിൽ ബലിയാടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ. അത് തന്നെയാണ് CPM ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമൃത.